തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ സി വിജിൽ ആപ്പ് ജനകീയമാകുന്നു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതുവരെ രാജ്യത്ത് ലഭിച്ചത് 80,000-ലധികം പരാതികളാണ്. ഇവയിൽ 99% പരാതികളും തീർപ്പാക്കി. വേഗതയും സുതാര്യതയുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സി വിജിൽ ആപ്ലിക്കേഷന്റെ അടിത്തറ. ലഭിച്ച 59,000-ഓളം പരാതികൾ അനധികൃത ബാനറുകൾക്കും പ്രചാരണ സാമഗ്രികൾക്കും എതിരെയുള്ളതാണ്. പണം, സമ്മാനങ്ങൾ, മദ്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് 1,500-ഓളം പരാതികൾ ലഭിച്ചു. ഏകദേശം 3% പരാതികളും വസ്തുവകകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. തോക്ക് കാട്ടിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ലഭിച്ച 600-ഓളം പരാതികളിൽ 540 എണ്ണം ഇതിനകം പരിഹരിച്ചു. അനുവദനീയമായ സമയത്തിനപ്പുറം സ്പീക്കറുകൾ ഉപയോഗിച്ചത് ഉൾപ്പെടെ നിരോധിത കാലയളവിനപ്പുറം പ്രചാരണം നടത്തിയതിനാണ് 1000 പരാതികൾ റിപ്പോർട്ട് ചെയ്തത്. സി വിജിൽ ആപ്ലിക്കേഷൻ തെരഞ്ഞെടുപ്പ് മേൽനോട്ടത്തിനും പ്രചാരണ കോലാഹലങ്ങൾ കുറയ്ക്കുന്നതിലും ഗണ്യമായ കുതിപ്പ് അടയാളപ്പെടുത്തുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനായുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും വോട്ടർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകുന്നത് അറിയിക്കാനും സി വിജിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. ജാഗ്രതയുള്ള പൗരന്മാരെ ജില്ലാ കൺട്രോൾ റൂം, റിട്ടേണിംഗ് ഓഫീസർ, ഫ്ലൈയിംഗ് സ്ക്വാഡ് സംഘം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഉപയോക്തൃ സൗഹൃദവും എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതുമായ ആപ്ലിക്കേഷനാണ് സി വിജിൽ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലേക്ക് പോകാതെ രാഷ്ട്രീയ ദുരുപയോഗം നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ പൗരന്മാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. സി വിജിൽ ആപ്ലിക്കേഷനിൽ പരാതി അയച്ചാലുടൻ പരാതിക്കാരന് പ്രത്യേക തിരിച്ചറിയൽ നമ്പർ മൊബൈലിൽ ലഭിക്കും. അതിലൂടെ വ്യക്തികൾക്ക് അവരുടെ മൊബൈലിൽ പരാതിയുടെ തൽസ്ഥിതി അറിയാനും കഴിയും. സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും വോട്ടർമാർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സൗകര്യമൊരുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മിച്ച ആപ്ലിക്കേഷനുകളുടെ ശേഖരത്തിൽ ശ്രദ്ധേയ ഇനമായി മാറുകയാണ് സി വിജിൽ ആപ്ലിക്കേഷൻ. ജനം, തിരുവനന്തപുരം.